നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യവും അതിലേറെ വെറുതെ ഇരിക്കുമ്പോൾ പോലും ചിന്തിക്കുന്ന കാര്യമാണ്, എത്ര അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവും ഒരു നേട്ടവും ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. അതിന് എൻ്റെ പക്കലുള്ള ഉത്തരം ഇത് മാത്രമാണ്. അതായത് കാലം കനിഞ്ഞേ മതിയാവൂ. എത്ര പ്രാർത്ഥനയും നേർച്ചയും കാഴ്ചയും കാഴ്ചവെച്ചാലും കാലം കനിഞ്ഞാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾ കാക്ഷിക്കുന്ന, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരുകയുള്ളൂ. എന്നാൽ നാളത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അതായത് നിലവിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും കുടുംബത്തിൽ ദിനംപ്രതി ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹം അനുഭവിക്കുന്ന ആളുകളുടെയും ജീവിതത്തിൽ നാളത്തെ സൂര്യോദയം മുതൽ ഒരു മഹാഭാഗ്യം തുടങ്ങാൻ പോവുകയാണ്. അതായത് നാളെ 2025 ഡിസംബർ മാസം 30 എന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസം എന്ന് പറയാൻ വരട്ടെ. നാളത്തെ ദിവസം ഈ ഗ്രഹങ്ങളെല്ലാം കൂടി ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനമാക്കി ഒരു മാറ്റത്തിനൊരുങ്ങുകയാണ്. എപ്പോഴും ഇത് നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കാൻ അവർക്കും അങ്ങോട്ട് താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നാളെ സർവാർത്ഥ സിദ്ധി യോഗം സംഭവിക്കാൻ പോവുകയാണ്. അതായത് ബൃഹസ്പതിയും ചന്ദ്രനും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ ഒരു ജ്യോതിഷ മാറ്റം അല്ലെങ്കിൽ ഒരു ജ്യോതിഷ യോഗത്തിൻ്റെ രൂപീകരണത്തിനാണ് വഴിതെളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി നാളത്തെ ദിവസം നിങ്ങൾ ഏത് കാര്യത്തിന് ഏർപ്പെട്ടാലും അതിൽ ഗുണകരമായ ഫലങ്ങളുണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ വളരെയധികം വിജയത്തിലേക്ക് എത്തുകയും മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുക. എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വിജയക്കൂടി പാറിക്കും എന്നതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ നാളെ രൂപം കൊള്ളുന്ന ഈ ശുഭയോഗം പ്രധാനമായും നമ്മുടെ മനസ്സിനെയും അതേപോലെ ധനത്തെയുമാണ് സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് ശാന്തിയും കയ്യിൽ സമ്പത്തും ധാരാളമായി നാളത്തെ ദിവസം വന്നു ചേരും എന്നതാണ് ഇവിടെ പ്രത്യേകതയായി പറയാനുള്ളത്. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, അത്രത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഇതിനോടകം ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ യോഗം എല്ലാവർക്കും ഗുണകരമാണെങ്കിൽ പോലും 12 നക്ഷത്രക്കാർക്കാണ് ഇത് സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം പോലെ നാളത്തെ ദിവസം വന്നു ചേരാനായി പോകുന്നത്. ആ 12 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് എന്നതിലേക്ക് കടക്കാം. നാളത്തെ ദിവസം ഭഗവാൻ വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം വന്നു ചേരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആ 12 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. ജീവിതത്തിൽ അത്രത്തോളം ദുരിതങ്ങൾ ഈ ഇടയായി കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളത്തെ ദിവസം മുതൽ നിങ്ങളുടെ വാക്കിന് പൊന്നിൻ്റെ വില വന്നു ചേരാൻ പോകുന്ന സമയമാണ് തുടങ്ങുന്നത്. അതായത് പണ്ട് മഹാബലി തമ്പുരാൻ വാക്ക് കൊടുത്തതുപോലെ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് മനസ്സിൽ തീരുമാനിച്ചാലും അത് നടക്കുന്ന സമയമാണ് നാളത്തെ ദിവസം മുതൽ തുടങ്ങാൻ പോകുന്നത്. തൊഴിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കർമ്മമേഖലാ തടസ്സം അല്ലെങ്കിൽ കോട്ടം, നേട്ടമുണ്ടാകുന്നില്ല, കോട്ടം സംഭവിക്കുന്നു. ജോലി കിട്ടാനായിട്ട് ഒരുപാട് അലച്ചിൽ അനുഭവിക്കുന്നു. നിലവിൽ ജോലി കളഞ്ഞിട്ട് ഒരു ജോലിക്കായി പുറകെ നടക്കുക, പക്ഷേ ജോലി ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെ അവസ്ഥ അനുഭവിക്കുന്ന ആളുകൾക്ക് കർമ്മമേഖലയിലെ തടസ്സം മാറുന്നതാണ്. ഒരു കരിങ്കൽ ഭിത്തി പോലെ നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്ന തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നാളത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ സൂര്യോദയത്തോടു കൂടി മാറാൻ പോവുകയാണ്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷം വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുമെന്നതിൽ ഒരുവിധ സംശയവും വേണ്ട. പഴയ കടങ്ങളൊക്കെ തീർക്കാനായും നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും. നാളെ ആ സൂര്യോദയം മുതലൊരു മാറ്റം ഉണ്ടാകുമ്പോഴും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് ചെറുതോ വലുതോ ഒരു തുകയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രം കൂടിയാണ് രോഹിണി. അപ്പോൾ നിങ്ങൾക്കിത് സുവർണ്ണ കാലമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ, അതിന് വീട് പണിയാണെങ്കിലും അതല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാര്യങ്ങളാണെങ്കിലും ഒക്കെയും നടക്കുവാനുള്ള ഭാഗ്യം കൂടി നാളത്തെ ദിവസം മുതൽ ഉണ്ടാകുന്നു. നമ്മൾ പറയാറുണ്ട്, ഒരു താമരപ്പൂവ് ചെളിയിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ആ വിഷമങ്ങളിൽ നിന്ന് ഇനി ഉയർന്നു പൊങ്ങാൻ പോകുന്ന സമയമാണ് നാളെ തുടങ്ങുന്നത്. അപ്പോൾ നാളത്തെ ദിവസം സ്ഥലദൈവത്തെ, ദേവിയാകാം ദേവനാകാം, അപ്പോൾ അടുത്തുള്ള ദേവീക്ഷേത്രമാകാം ദേവൻ്റെ ക്ഷേത്രമാകാം, ഏതായാലും സാരമില്ല, ഒരു ക്ഷേത്ര ദർശനം തീർച്ചയായും നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്.
മൂന്നാമത്തെ നക്ഷത്രം മകയിരമാണ്. മകയിര നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ധനത്തിൻ്റെ വരവ് തുടങ്ങുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ കയ്യിൽ ധനം വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വന്ന പണം സൂക്ഷിക്കുക എന്നത്. അതായത് കയ്യിലെ വെണ്ണ ഉരുകി പോകുന്നത് പോലെ ഈ പണം ഉരുകി അങ്ങനെ പെട്ടെന്ന് ചിലവായി പോകാതിരിക്കാനായിട്ട് നിങ്ങളൊരു സൂക്ഷ്മത വെക്കേണ്ടതാണ്. ആരോഗ്യകാര്യത്തിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആരോഗ്യപരമായും സാമ്പത്തികപരമായും മാറ്റം വന്നു ചേരാൻ പോവുകയാണ് മകയിരം നക്ഷത്രക്കാർക്ക്. നാലാമത്തെ നക്ഷത്രം പുണർദമാണ്. ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രം കൂടിയാണ് പുണർദം. അപ്പോൾ ആ ഒരു മര്യാദയും അച്ചടക്കവും ഒക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് വലിയ വിജയത്തെ പ്രദാനം ചെയ്യാൻ പോവുകയാണ്. അതായത് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടെങ്കിൽ, അതായത് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾക്കും നാളത്തെ ദിവസം വളരെ അനുകൂലമാണ്. ഉദ്യോഗ കയറ്റം, പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളുടെ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കുടുംബത്തിൽ മുതിർന്നവരുമായുള്ള തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മാതാപിതാക്കളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മുതിർന്ന സഹോദരങ്ങളായിട്ടായാലും, ഏതായാലും കുടുംബ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളൊക്കെ തീർന്ന് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും ആ ആത്മബന്ധവും ഒക്കെ തിരികെ പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയായിരിക്കും നാളത്തെ ദിവസം പുണർദം നക്ഷത്രക്കാർക്ക്. അഞ്ചാമത്തെ നക്ഷത്രം പൂയമാണ്. ശനിദോഷം കൊണ്ട് വലഞ്ഞിരുന്ന പൂയം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഒരു ആശ്വാസ തീരത്ത് നിങ്ങൾ അണയുന്നു എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെയായിരിക്കും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്ന ഒരു ദിവസമാണ് നാളെ. ഇനി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, പഠനവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ വിദേശത്ത് ബന്ധുവിൻ്റെ സമീപത്തേക്ക് പോകാൻ, അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം ആ തടസ്സങ്ങളൊക്കെ മാറി ആ പാത ശരിയാവും. അതായത് നിങ്ങൾക്ക് പോകാൻ വഴി തെളിയും. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. നാളെ നിങ്ങൾ ഒരു മഞ്ഞ വസ്ത്രം ഏത് കാര്യത്തിൽ പുറത്തേക്ക് പോകുമ്പോഴും ധരിക്കുകയാണെങ്കിൽ ഉത്തമമാണ്. മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ മഞ്ഞ വസ്ത്രം ഇല്ലെങ്കിൽ ഒരു മഞ്ഞ കർച്ചീഫായാലും നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് നാളത്തെ ദിവസം ഈ പറഞ്ഞ ഗുണകരമായ ഫലം, വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ശുഭവാർത്ത എന്നിവ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായകമാകുന്നതാണ്. ആറാമത്തെ നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്രക്കാർക്ക് നാളെ രാജയോഗ സമയമാണ്. സമൂഹത്തിൽ വലിയ ചില സ്ഥാനമാനങ്ങൾ, പദവികളൊക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്ന ആളുകൾ പോലുമുണ്ട്. അതായത് നല്ല ചെയ്താൽ പോലും കുറ്റപ്പെടുത്തലുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് നിങ്ങളെ പുകഴ്ത്തുന്ന ആളുകളെ ഒരുപാട് കാണാനായി നാളത്തെ ദിവസം സാധിക്കുന്ന അങ്ങനെ ഒരു കാലം തുടങ്ങാൻ പോവുകയാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും ഇരട്ടി ലാഭമൊക്കെ നാളത്തെ ദിവസം മുതൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന രാജയോഗ സമാനമായ ദിനങ്ങളാണ് നാളെ മുതൽ ഉത്രം നക്ഷത്രത്തിന് തുടങ്ങുവാനായി പോകുന്നത്. ഏഴാമത്തെ നക്ഷത്രം ചോതിയാണ്. വായുഭഗവാന്റെ അനുഗ്രഹമുള്ളവർ കൂടിയാണ് ഈ ചോതി നക്ഷത്രക്കാർ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് നാളത്തെ ദിവസം ഇതുവരെ അനുഭവിച്ചിരുന്ന അശാന്തി എല്ലാം മാറി ശാന്തമാകുന്ന ഒരു സമയമാണ്. അനാവശ്യ ചിന്തകൾ താനേ തന്നെ, നെഗറ്റീവ് ചിന്തകൾ ഒരുപാടുണ്ട് മനസ്സിൽ. നടക്കില്ല, എനിക്ക് മാത്രം കഴിവില്ല, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ എന്തിന് ജനിച്ചു എന്നൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ മനസ്സിലുണ്ട്. ശരിയല്ലേ? ആണെങ്കിൽ കമൻറ്റായിട്ടൊക്കെ ഇന്ന് രേഖപ്പെടുത്തുക. ആ നെഗറ്റീവ് ചിന്തകൾ താനേ ഒഴിഞ്ഞു പോകുന്ന സമയമാണ്. തെളിഞ്ഞ വെള്ളം പോലെ മനസ്സ് ശാന്തമാകണം. എങ്കിൽ മാത്രമേ ചെയ്യുന്ന പ്രവൃത്തിയിലും പോസിറ്റിവിറ്റി നിഴലിക്കുകയുള്ളൂ. അപ്പോൾ നാളെ അങ്ങനെയുള്ള ദിവസമാണ്. പുതിയൊരു സന്തോഷ വർത്തമാനം നാളത്തെ ദിവസം വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. പങ്കാളിയുമായി ചേർന്ന് എടുക്കുന്ന തീരുമാനമൊക്കെയും പരാജയമായിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ പങ്കാളിയോട് പോലും പറയാതിരുന്നതിനാൽ പങ്കാളിക്കും ഉണ്ട് ചില പിണക്കങ്ങൾ. ആ പിണക്കങ്ങളൊക്കെ മാറി ഇനി സന്തോഷത്തോട് മുന്നോട്ട് പോകുവാനും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി സന്തോഷം, അതായത് സന്തോഷം എന്തെന്ന് അറിയാനുള്ളൊരു ഭാഗ്യം കുറേ കാലങ്ങളായി, ഒരു 6-7 കൊല്ലം കൊണ്ട് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ദുരിതം അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം മുതൽ ഈ കലുഷമായി കിടന്നൊരു, അതായത് ഭയങ്കര ഒരു കടൽ പോലെ ഇങ്ങനെ തിര വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ശാന്തമാകുന്നു ആ ഒരു ജലാശയം. അതായത് ഓളങ്ങളില്ലാതെ വളരെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ ശാന്തത തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ തുടക്കമാണെന്ന് കരുതിക്കോളൂ. അത്രയ്ക്ക് ഭാഗ്യമാണ് നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. എട്ടാമത്തെ നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ഭാഗ്യദേവത ഗൃഹത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കാതെ തന്നെ, ഇതുവരെ ദൈവത്തെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നു, പക്ഷേ ഇത്
ക്ഷണിക്കാതെ തന്നെ ഭാഗ്യദേവത ലക്ഷ്മി ദേവി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ്. പുതിയ വാഹനം വാങ്ങാനോ സ്വർണം വാങ്ങാനോ ഒക്കെ നാളത്തെ ദിവസം യോഗം കാണുന്നുണ്ട്. ഗൃഹത്തിലേക്ക് ബുക്ക് ചെയ്ത വാഹനം ചിലപ്പോൾ നാളത്തെ ദിവസം വന്നെത്താനോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനോ ഒക്കെയുള്ള ഭാഗ്യം നാളെ അനുകൂലമായി വരും. പണ്ട് കടമായി കൊടുത്ത പണം വരെ തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ശത്രു പോലും മിത്രഭാവേന അടുത്ത് വരാൻ യോഗവും ഭാഗ്യവും ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നിങ്ങൾക്ക്. മൂലമാണ് അടുത്ത നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് നാളെ മുതൽ വിദ്യാകാര്യങ്ങളിൽ വിദ്യയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഉയർച്ചയുണ്ടാകുന്ന ദിവസമാണ്. പഠിക്കുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയം തുടങ്ങുകയാണ്. മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇൻ്റർവ്യൂകൾ, എക്സാമുകളൊക്കെ നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ മൂലം നക്ഷത്രക്കാർക്ക് വിജയം കൂടെ തന്നെ ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അത് വീണ്ടും ഒന്ന് തുടങ്ങി വെക്കാൻ നാളത്തെ ദിവസം സാധിക്കുന്നതാണ്. നാളെ ഗണപതി ക്ഷേത്ര ദർശനം ഒന്ന് നടത്തണം. എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ മൂലം നക്ഷത്രക്കാർ തീർച്ചയായും നാളെ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ₹1 നാണയം തലയ്ക്കൊഴിഞ്ഞ് വഞ്ചിയിലിടുക. കൂടാതെ ഒരു നാളികേരം കൂടി നടക്കിൽ ഉടയ്ക്കാനായിട്ട് ശ്രമിക്കുക. തലയ്ക്ക് 3 പ്രാവശ്യം ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം വേണം ഉടയ്ക്കുവാനായിട്ട്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് നാളെ മുതൽ നിങ്ങളുടെ കീർത്തി ഉയരുന്ന ഒരു സമയം കൂടി തുടങ്ങുകയാണ്. അപ്പോൾ അതായത് ഒരു വിളക്കിനെ പ്രകാശം ചുറ്റും പരക്കുന്നു എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ നിങ്ങളുടെ കീർത്തിയും യശസ്സും മാന്യതയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് നാളെ മുതൽ ആരംഭമാകാൻ പോകുന്നത്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വലിയ അവസരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കാനുള്ള യോഗവും ഭാഗ്യവും കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ നിലവിൽ ചെറിയതാകട്ടെ അല്ലെങ്കിൽ വലിയതാകട്ടെ അസുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ രോഗങ്ങളിൽ നിന്നൊരു മുക്തി വന്നു ചേരുന്ന സമയം കൂടിയാണ് നാളെ മുതൽ ആരംഭമാകാൻ പോകുന്നത്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ദൈവാനുഗ്രഹം നേരിട്ട് ലഭിക്കുന്നത് പോലെ നാളത്തെ ദിവസം പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെയും തടസ്സമില്ലാതെ നടക്കുന്നതാണ്. സാമ്പത്തികമായും വലിയൊരു നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താനായി നാളത്തെ ദിവസം സാധിക്കും. അപ്പോൾ ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ പോലും ഇതുവരെ ലോട്ടറി അടിച്ചില്ല എന്നൊക്കെ വിഷമിച്ചിരുന്നതാണെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ചെറിയ തുകയ്ക്ക് ഒരു ലോട്ടറി എടുത്ത് പരീക്ഷിക്കാവുന്നതാണ്. അതിൽ നിന്ന് ചെറുതോ വലുതോ ഒരു തുക കയ്യിലേക്ക് കിട്ടാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. എല്ലാവരും ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എങ്കിൽ പോലും ഭാഗ്യ ദിനമാണ് നാളെ എന്നത് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അടുത്തത് രേവതി നക്ഷത്രമാണ്. ഗുണത്തിൽ ഒട്ടും പിന്നിലല്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ രേവതി നക്ഷത്രം. കാരണം വളരെ വലിയ ഭാഗ്യം ഈ നക്ഷത്രക്കാരിൽ വന്നു ചേരാൻ പോകുന്നത് രേവതിക്കാണെന്ന് പറയാം. യാത്രകളൊക്കെ നാളത്തെ ദിവസം ചെയ്യുന്നവർ, അതായത് നാളത്തെ ദിവസം വിദേശത്തേക്ക് പോകുന്നവരുണ്ടെങ്കിലും രേവതി നക്ഷത്രക്കാർക്ക് ആ യാത്ര കൊണ്ട് ഗുണമുണ്ടാകും. പുതിയ ചില സുഹൃത്തുക്കളെ യാത്രാമധ്യമൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. എങ്കിൽ പോലും അപരിചിതരായ ആളുകളുമായി കൂടുതൽ ചങ്ങാത്തത്തിന് പോകാതിരിക്കുക. വഴി ചില മാറ്റങ്ങൾ, ചില സഹായങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളോ രേഖകളോ ഒന്നും കൈമാറ്റം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം, ഒരു റിലീഫൊക്കെ ഉണ്ടാകുന്ന ദിവസം കൂടിയായിരിക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് ഒരുപാട് സന്തോഷിക്കുന്ന ശാന്തമായ ദിവസവും സമയങ്ങളും ജീവിതത്തിൽ തുടങ്ങുകയാണ് രേവതി നക്ഷത്രത്തിന്. അപ്പോൾ ഇനി ഈ പറഞ്ഞ 12 നക്ഷത്രക്കാരെന്ന് മാത്രമല്ല മറ്റുള്ളവരും നാളെ എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. അതായത് ദൈവം തരുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം ദൈവം ചിലപ്പോൾ അവസരങ്ങൾ പോലും തരാതെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് വീടിൻ്റെ പൂജാമുറിയിൽ നിങ്ങൾക്ക് ഈ 27 നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഒരു നെയ്വിളക്ക് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊളുത്തുക. പ്രത്യേകിച്ച് ഈ പറഞ്ഞ നക്ഷത്രക്കാർ. എന്നിട്ട് ഓം നമോ നാരായണായ എന്ന ഈ മന്ത്രം 108 ഉരു ജപിക്കാൻ സാധിച്ചാൽ അത്രയും പുണ്യം. അപ്പോൾ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ ഇതിൽ പെടാത്ത നക്ഷത്രക്കാർക്കാണെങ്കിലും പോലും പറഞ്ഞ ഗുണകരമായ ഫലങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായിക്കുക. അതുപോലെ തന്നെ നാളെ ഉച്ചയ്ക്ക് നിങ്ങളുടെ കൈകൊണ്ട് ഒരു മനുഷ്യനാകട്ടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും അന്നദാനം നടത്തുക. ചിലപ്പോൾ ഒരു ജീവിക്കാണ്, അല്ലെങ്കിൽ ഗൃഹത്തിലേക്ക് വന്ന ഒരു അതിഥിക്കാകട്ടെ, അല്ലെങ്കിൽ ഭിക്ഷയയച്ചു വന്ന ഒരു വ്യക്തിക്കാകട്ടെ നിങ്ങളുടെ കൈകൊണ്ട് അല്പം ഭക്ഷണം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗ്യം പൂർണ്ണമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഭാഗ്യമാണ് എല്ലാവർക്കും വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈശ്വരൻ്റെ കൈകളിലാണല്ല. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രവർത്തിക്കുന്നോ, എത്രത്തോളം പ്രാർത്ഥിക്കുന്നോ അതേപോലെ ഇരിക്കും ഈ ഒരു ഭാഗ്യം പൂർണ്ണമായി നിങ്ങളുടെ കൈകളിലേക്ക് ഭഗവാൻ തരുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ നാളെ സന്തോഷത്തിൻ്റെ ഒരു പൊൻപുലരി വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാറ്റിൽ പറന്ന് 7-ാം കടലിനക്കരെ പോയി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.